എബ്രായർ 8 യേശുക്രിസ്തുവിനെ മനുഷ്യ കൈകളാൽ നിർമ്മിച്ചതല്ല, സ്വർഗീയമായ ഒരു വിശുദ്ധമന്ദിരത്തിൽ സേവിക്കുന്ന ശ്രേഷ്ഠനായ മഹാപുരോഹിതനായി അവതരിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് പ്രധാന കാര്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്. സ്വർഗത്തിലെ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന അത്തരമൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്, യേശു. മനുഷ്യനിർമ്മിതമായ ഒരു സമാഗമന കൂടാരത്തിൽ സേവിക്കുന്ന ഭൗമിക പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി, ദൈവം സ്ഥാപിച്ച യഥാർത്ഥ സമാഗമന കൂടാരത്തിൽ ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നു. ഓരോ മഹാപുരോഹിതനും ദാനങ്ങളും യാഗങ്ങളും അർപ്പിക്കണമെന്ന് അധ്യായം എടുത്തുകാണിക്കുന്നു. അതിനാൽ യേശുവിനും അർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും അവന്റെ ശുശ്രൂഷ വളരെ മികച്ചതാണ്, കാരണം അത് മെച്ചപ്പെട്ട വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമാണ്. ഭൂമിയിലെ പുരോഹിതന്മാർ സ്വർഗത്തിൽ നിലനിൽക്കുന്നതിന്റെ നിഴലോ പകർപ്പോ ആയി സേവിക്കുന്നു. അതുകൊണ്ടാണ് സമാഗമന കൂടാരം പണിയുമ്പോൾ ദൈവം മോശയോട് ശ്രദ്ധാപൂർവം നിർദ്ദേശിച്ചത് സ്വർഗീയ മാതൃ കൃത്യമായി പിന്തുടരാൻ. പിന്നീട് എഴുത്തുകാരൻ ഒരു പുതിയ ഉടമ്പടിയുടെ ആശയം അവതരിപ്പിക്കുന്നു. ആളുകൾക്ക് പഴയ ഉടമ്പടി പാലിക്കാൻ കഴിയാത്തതിനാൽ അത് പിഴവുള്ളതാണെന്ന് കാണിക്കുന്നു. അതിനാൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്തു. ഈ പുതിയ ഉടമ്പടി നിയമങ്ങളില്ല, മറിച്ച് അവന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിലും മനസ്സുകളിലുമാണ് എഴുതപ്പെടുക. അത് ദൈവവുമായി ആഴമേറിയതും വ്യക്തിപരവുമായ ഒരു ബന്ധം കൊണ്ടുവരും. അവിടെ എല്ലാവരും അവനെ നേരിട്ട് അറിയുകയും അവൻ അവരുടെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുകയും ചെയ്യും. പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടതാണെന്നും അപ്രത്യക്ഷമാകാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യവും പുതിയ ഉടമ്പടിയും കൊണ്ടുവന്ന പൂർണ്ണമായ പരിവർത്തനത്തെ ഊന്നിപ്പറയുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.